നമസ്കാരം. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന കമന്റായി രേഖപ്പെടുത്തി ബന്ധിക്കൂ. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വച്ച് അവ നടക്കാതെ പലരാലും ചതിക്കപ്പെട്ടവരുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പലരും നിങ്ങളെ പല രീതിയിൽ വിഷമിപ്പിക്കുന്നതായ രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതിലുള്ള പ്രയാസം നിങ്ങളിലുണ്ട്. സാമ്പത്തിക മുന്നേറ്റം തന്നെ ജീവിതത്തിൽ വന്ന് ചേരണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അതിന് സാധിക്കാത്തതായ പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവർ കൂടിയാകാം നിങ്ങൾ. പല വിധത്തിലും സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. ഒപ്പമുള്ളവർ പോലും ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കാം. നന്മ ആഗ്രഹിച്ചു തന്നെയാണ് പല കാര്യങ്ങളും, അതായത് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചു പോലും പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം അവർ ക്രെഡിറ്റ് തട്ടിയെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സ് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിങ്ങളുടെ നല്ല മനസ്സ് ഭഗവാൻ കണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ നല്ല പ്രവൃത്തികളുടെ ഫലം, നല്ല കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്ന് പറയാം. കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് ലഭിക്കാത്ത ഒരു സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതാണ് വാസ്തവം. പുതിയ ബന്ധങ്ങൾ, പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വിചാരിക്കാത്ത ഉയരങ്ങളിൽ പോലും നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും മറ്റുള്ളവർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ അത് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അതിന് ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലരുടെയും വാക്കുകളാൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അനുസരിച്ച് പല നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ടാകാം. എന്നാൽ ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതാണ്. അർഹമായ ഫലം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ ചിന്തിക്കുക. ചില വിട്ടുപോയ ബന്ധങ്ങൾ അത് പുനഃസ്ഥാപിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ചിലരുടെ പൊയ്മുഖങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആര് നിങ്ങളെ അംഗീകരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ അത് ഇനി മുതൽ വളരെയധികം ബുദ്ധിപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കണം. എടുക്കുന്നതായ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ എടുക്കുവാനുള്ള തീരുമാനം പോലും നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഭാവിയിലേക്ക് പല കാര്യങ്ങളും കരുതി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോലും വന്നു ചേരാം. നിങ്ങൾക്ക് ഗുണകരമാകാവുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മുൻജന്മ ബന്ധം ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ അത് ചില വ്യക്തികളുമായി അവരെ കണ്ടുമുട്ടുക, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം.
പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ഒരു സമ്മാനം അത്തരം കാര്യങ്ങൾ ലഭിക്കാം. ബുദ്ധി തെളിയുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലൂടെ പല കൺഫ്യൂഷൻസും ഇല്ലാതായി പല കാര്യങ്ങളിലും കൃത്യമായി ഒരു വ്യക്തത വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ഇനി എന്ത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പവർഫുള്ളായ വ്യക്തികളായി നിങ്ങൾ മാറുന്ന സാഹചര്യമുണ്ട്. ആരെയും ഭയപ്പെടാതെ സ്വന്തമായി ജീവിക്കുവാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരാം. അനാവശ്യമായ ചിന്തകൾ പലതും മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ആവശ്യമായ പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ സ്വീകരിക്കണം. അനാവശ്യമായ ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചിന്തിച്ചു അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. അതായത് ഒരിക്കലും ഒരു തവണ മാത്രം ചിന്തിച്ച് തീരുമാനമെടുക്കാതെ അല്പം കൂടി ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുവാൻ ശ്രമിക്കണം. ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെയാണ് ഇപ്രകാരം പരാമർശിക്കേണ്ടതായി വരുന്നത് എന്ന കാര്യവും ഓർക്കുക. പലർക്കും നിങ്ങളോട് അസൂയ ഉണ്ടായി എന്ന് വരാം. അത്തരം വ്യക്തികൾ നിങ്ങൾക്കൊപ്പം നിന്ന് ചതിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശ യാത്രകൾ സഫലമാകുന്ന സാഹചര്യം വന്നു ചേരാം. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. ഏത് കാര്യത്തിലും നന്മ കണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അനേകം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസക്കുറവ് സംഭവിക്കുന്ന നിങ്ങൾക്ക് അത് തരണം ചെയ്യുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. തടസ്സങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാട് അത് ഉയർന്നതാകേണ്ടത് അനിവാര്യമാണ്. പല കഴിവുകളും നിങ്ങൾക്കുണ്ട്. എന്നാൽ അതേക്കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കില്ല എന്നതും വാസ്തവമാണ്. കാരണം പലപ്പോഴും കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിൽ ചിലതെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. പല കാര്യങ്ങളിലും മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. പല കാര്യങ്ങളെയും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. വളരെയധികം സ്പിരിച്വലായി ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. അത് പല കാര്യങ്ങളിലും അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. മനസ്സ് പലപ്പോഴും വല്ലാതെ കലുഷിതമായ ഒരു സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ആശ്വസിക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും കടന്നു വരാം. ജീവിതത്തിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ഏത് കാര്യത്തിൽ വിഷമം പ്രയാസം നേരിടുന്നുവോ ആ കാര്യങ്ങളിൽ തീർച്ചയായും അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മാനസികപരമായി തന്നെ പല കാര്യങ്ങളിലും ഒരു വിഷമത്തിന് അവസാനം സംഭവിച്ചു എന്ന് വരാം. രോഗം മാറുന്ന സാഹചര്യമുണ്ട്. സമാധാനം ലഭിക്കുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. കാഴ്ചപ്പാടുകൾ അല്പം കൂടി ഉയർന്നതാകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങൾ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിക്കുക.